ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഒരു പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനും അമ്മയും കൂടെ ഒന്ന് പുറത്തോട്ട് ഇറങ്ങാണ്. കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ആയിട്ട് ഞങ്ങൾ ലുലുവിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പം അവിടുന്ന് ഞങ്ങൾ ഗ്രില്ലാക്സിലൊന്ന് കയറാമെന്ന് വിചാരിച്ചു, ഡിന്നർ കഴിക്കാനായിട്ട്. അപ്പം ഞങ്ങൾ കുറച്ച് നാളെ ഗ്രില്ലാക്സിൽ കയറണം എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പം നമ്മളൊന്ന് ഗ്രില്ലാക്സിൽ കയറാമെന്ന് വിചാരിച്ചു. അപ്പം ഇന്ന് അവിടുത്തെ ഗ്രില്ലാക്സിൽ എന്തൊക്കെയാണെന്നാണ് ഇന്ന് കാണിക്കാൻ പോണത്. പ്ലാൻ ചെയ്തേക്കുന്നതാണ്. കറക്റ്റായിട്ട് അതുപോലെ നടക്കുവാണെങ്കിൽ അത് കാണിക്കാം കേട്ടോ. പക്ഷെ എന്നിട്ട് കണ്ണ് കാണാതിരിക്കുകയാണ്. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് അത്യാവശ്യം ലേറ്റായിപ്പോയി. അത്യാവശ്യമില്ല, നല്ല ലേറ്റായിപ്പോയി. എനിക്കതുകൊണ്ട് വിശന്നിട്ട് വയ്യ. സാധാരണ നമ്മൾ ഡിന്നർ കഴിക്കുന്നതിനെക്കാട്ടിലും ലേറ്റായി കേട്ടോ. ഞാനും അമ്മയും വിശന്നാണ് ഗ്രില്ലാക്സിൽ കയറിയിരിക്കുന്നത്. ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ആ ഇരിപ്പാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോഴാണ് ഇതേ ഞങ്ങളുടെ ക്ലാസിക് മൊയ്റ്റോ വന്നത്. അത്യാവശ്യം നല്ല വലിയ ഗ്ലാസ്സിലാണ് കേട്ടോ മൊയ്റ്റോ വന്ന്. നല്ലോണം വിശന്നിരുന്നുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളുടെ സ്റ്റാർട്ടർ വന്നു കേട്ടോ. പെരി പെരി ചിക്കൻ വിങ്സ് ആണ്. അത്യാവശ്യം ചെറിയ സൈസാണ്, പക്ഷെ ഉണ്ട് പീസസ് ഉണ്ട്, പക്ഷെ സൈസ് ഭയങ്കര ചെറുതായിപ്പോയി. അതിൻ്റെ കൂടെ ആ മയവും കൂടെ ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഈ മൊയ്റ്റോ നല്ല വലിയ ഗ്ലാസ്സിലാണ് കൊണ്ടുവന്നത്. അത് രണ്ടുപേർക്കും സുഖമായിട്ട് കുടിക്കാൻ പറ്റി. പിന്നെ ഞങ്ങളുടെ വാങ്ങിച്ചത് മെയിൻ കോഴ്സ് ആയിട്ട് വാങ്ങിച്ചത് ഹൈദരാബാദി കുഷ്ക റൈസ്, ഷാലറ്റ് ചിക്കൻ, പിന്നെ വാങ്ങിച്ചത് ചിക്കൻ സീഖ് കബാബാണ് കേട്ടോ. അതിൻ്റെ കൂടെ ഒരു ഡിപ്പും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല പ്ലേറ്റിംഗ് ആയിരുന്നു കേട്ടോ ഇവരുടെ. അതുപോലെ നല്ല ആംബിയൻസും ഉണ്ടായിരുന്നു. സോ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ ഡിന്നർ. ഇനി കൂടുതൽ താമസിപ്പിക്കുന്നില്ല, നമുക്ക് ഫുഡ് കഴിച്ചു തുടങ്ങാം അല്ലേ? നന്നായിട്ട് വിശക്കുന്നുണ്ട്, കുറച്ച് നേരമായി. നല്ല പ്ലേറ്റിംഗ് ആണ് കേട്ടോ ഇവിടുത്തെ. അപ്പൊ ആദ്യം തന്നെ ഞാൻ ഇവിടുത്തെ ചിക്കൻ സീഖ് കബാബാണ് കേട്ടോ എടുത്ത്. അതിൻ്റെ കൂടെ ആ മയോ ഡിപ്പും കൂടെ കൂട്ടിയിട്ട് ഒന്ന് കഴിച്ചു നോക്കി. അടിപൊളിയായിരുന്നു. നല്ല സോഫ്റ്റ് ചിക്കൻ സീഖ് കബാബായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല ഫ്ലേവർഫുൾ ആയിരുന്നു. അതാണ് മെയിൻ കാര്യം. നല്ല ഫ്ലേവർഫുൾ ആയിരുന്നു, നല്ല ജ്യൂസിയും ആയിരുന്നു കേട്ടോ. സൂപ്പർ ആയിരുന്നു. അപ്പോഴത്തേക്കാണ് അമ്മ എനിക്ക് ആ ഒരു വിങ്സ് എടുത്തു തന്നത്. വിങ്സ് നോക്കിയപ്പോൾ വല്ലാത്ത ദയനീയം തോന്നി. കാരണം അതിനകത്ത് മാംസമൊന്നുമില്ല, ഭയങ്കര എന്താണ് എല്ലായിരുന്നു. അപ്പം ആദ്യം കഴിച്ചിട്ടൊന്നും വന്നില്ല, ഒരു പീസൊന്നും കിട്ടിയില്ല. പിന്നെ ഒന്നും കൂടി ഒന്ന് കഴിച്ചപ്പോഴാണ് കിട്ടിയത്. നല്ല ടേസ്റ്റുള്ള ചിക്കൻ ആയിരുന്നു കേട്ടോ. ക്വാണ്ടിറ്റി ഇച്ചിരി കുറവാണെങ്കിലും അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുപോലെ പെരിപ്പെരി ആയതുകൊണ്ട് ഒരു എരിവൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ കൂടെ ആ മയവും കൂടെ കൂട്ടി കഴിക്കുമ്പോഴാണ് അതിൻ്റെതായ ഒരു ടേസ്റ്റ് കിട്ടുന്നത്. കാരണം ആ എരിവൊന്ന് ഇച്ചിരി ഒന്ന് കുറയും, അപ്പോഴാണ് സൂപ്പർ ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടുന്നത്. പിന്നെ എടുത്തത് ഞങ്ങൾ അവിടുത്തെ ഷാലറ്റ് ചിക്കൻ ആട്ടോ. ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു കേട്ടോ ചിക്കൻ. എടുക്കുമ്പോഴേ അറിയായിരുന്നു. ഈ 2 വിരൽ കൊണ്ട് മുറിച്ചാൽ തന്നെ ആ ചിക്കൻ ഇങ്ങനെ അടന്നു വരും. അത്രയ്ക്കും സോഫ്റ്റ് ആയിരുന്നു. ഞാൻ അത് മയോ പോലും കൂട്ടാതെ കഴിച്ചു നോക്കിയത്. സൂപ്പർ ചിക്കൻ ആയിരുന്നു. മീൻസ് ഭയങ്കര ജ്യൂസി ആയിരുന്നു. അതുപോലെ തന്നെ ഓവർ കുക്ക് അല്ലായിരുന്നു. നല്ല സോഫ്റ്റ് ആയിട്ട് പെർഫെക്റ്റ് കുക്കിംഗ് ആയിരുന്നു കേട്ടോ. അതിൻ്റെ നല്ല ഫ്ലേവർഫുൾ ആയിട്ടുള്ള ചിക്കൻ ആയിരുന്നു കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എനിക്ക് അവിടുത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഷാലറ്റ് ചിക്കൻ ആണ് കേട്ടോ. അടിപൊളിയായിരുന്നു. പിന്നെ കുഷ്ക റൈസ് നന്നായിരുന്നു. ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി കേട്ടോ. ഗ്രില്ലാക്സിലെ ഫുഡെല്ലാം അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ആണ്. എക്സ്പെഷ്യലി ആ ഷാലറ്റ് ചിക്കൻ, ഓ മൈ ഗോഡ്, എന്തൊരു ടേസ്റ്റ് ആയിരുന്നു എന്നറിയോ. അടിപൊളിയായിരുന്നു. എല്ലാം നന്നായിരുന്നു. ഞങ്ങൾ വാങ്ങിച്ച എല്ലാ ഫുഡും നല്ലതായിരുന്നു കേട്ടോ. അപ്പം എല്ലാവർക്കും ലുലുവിലൊന്ന് പോവുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ് ഗ്രില്ലാക്സ് എന്ന് പറയുന്നത്. ഞങ്ങളിപ്പോൾ പോയത് കൊച്ചി ലുലു മോളിലെ ഗ്രില്ലാക്സിലാണ് കേട്ടോ. പിന്നെ അല്ലാതെയും ഗ്രില്ലാക്സിന് പല പല സ്റ്റോഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അവിടെ പോകണമെങ്കിൽ ഒന്ന് പോയി ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഫുഡാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റ് വഴി അറിയിക്കുക കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഞങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ, ടേക്ക് കെയർ.